ഹായ് ഫ്രണ്ട്സ്, എല്ലാ വർഷത്തെ പോലെ ഞാൻ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ ഇതേപോലെ കർക്കിടക മാസം വന്നപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോഴിമരുന്ന്, ഉള്ളിലേക്കും, കർക്കിടക കഞ്ഞി, അങ്ങനെ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ വർഷത്തെ പോലെ നമുക്ക് കർക്കിടക അടുത്തില്ലേ, അപ്പോൾ നമുക്ക് തുടങ്ങണ്ടേ, കോഴിമരുന്നും ഒക്കെ കഴിക്കണ്ടേ ഈ കർക്കിടക മാസത്തിലെ നമ്മൾ. കാരണം ഈ മാസം വരുമ്പോഴാണ് എല്ലാവർക്കും ഇല്ലാത്ത വേദനകളും ഉള്ള വേദന ഇരട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണിപ്പോൾ. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ എല്ലാവിധ മരുന്നുകളൊക്കെ കഴിക്കേണ്ട സമയമാണിത്. അപ്പോൾ ഞാനിന്നിപ്പോൾ കർക്കിടക പൊടി എല്ലാ ഇതും കൂടി കൂട്ടിയിട്ടുള്ളൊരു പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ലഡു ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ എങ്ങനെയാണെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിതാ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. മുതിര, എല്ലാ സാധനങ്ങളും കഴുകി ഉണക്കുകയാണ്. എള്ള് വരെ കഴുകി ഉണക്കിയിട്ടുണ്ട്. ഇന്ന് നല്ല വെയിൽ കിട്ടിയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതെല്ലാം ഉണക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എള്ളൊക്കെ ഉണക്കി ഞാനിതാ കുപ്പിയിലാക്കി കഴിഞ്ഞു. പിന്നെ മുന്തിരിയൊക്കെ കഴുകി ഉണക്കി. പിന്നെ ശർക്കര, ഈ പനഞ്ചക്കരയാണിത്. വലിയത് ചെറിയ കഷ്ണം, ചെറുതും വലുതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. മുത്താറി ഇതാ ഉണങ്ങി കഴിഞ്ഞു. ഇത് ഞാൻ ഒരു പാത്രം എടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. എല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനെല്ലാം കഴുകി ഉണക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ. അതിൽ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്, ആശാളി എന്ന് പറയുന്നത് മാത്രം കഴുകരുത്, അതൊരു കൊഴുപ്പുണ്ടാവും. പിന്നെ ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ഇതാ മുത്താറിയാണിത്. മുത്താറി ഇതെല്ലാം ഞാൻ 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. മുത്താറി 50 ഗ്രാം, ഉലുവ 50 ഗ്രാം, എല്ലാം 50 ഗ്രാം വെച്ചിട്ടാണ് എടുത്തത്. ഉലുവയാണ്. പിന്നെ ജീരകം, അതും 50 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് എള്ളാണ്. എള്ളും 50 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടല ഇത് ഞാൻ വറുത്തതാണ്. വറുക്കാത്തതാണെങ്കിൽ നിങ്ങൾ വറുക്കണം. ഇത് ഞാൻ വറുത്തതാണ് ഉള്ളത് എൻ്റെ കയ്യിൽ. പിന്നെ നമുക്ക് ആവശ്യം ബദാം, മുന്തിരി, ഉണക്കമുന്തിരി, പിന്നെ ഡേറ്റ്സ്. ഇത് ഓപ്ഷണലാണ്, ഇതൊന്നും വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇട്ടാൽ നല്ലതാണ്. കാരണം ഇത് ഒരു ചവർപ്പാണ്. നമ്മൾ മരുന്നുകളൊക്കെ ഇടുന്ന സമയത്ത് ഒരു ചവർപ്പാണ്. അപ്പോൾ അതിന് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് അതെടുക്കുന്നത്. പിന്നെ മുതിര അതും 50 ഗ്രാമാണ്. പിന്നെ എടുത്തിരിക്കുന്നത് അയമോദകമാണ്. അയമോദകം നമുക്കൊരു 25 ഗ്രാം മതി കേട്ടോ. അത് പകുതി മതി. ഞാൻ 50 ഗ്രാമാണ് വാങ്ങിയത്, 25 ഗ്രാം മതി. പിന്നെ കരിഞ്ജീരകം, അത് 50 ഗ്രാം തന്നെ നിന്നോട്ടെ. 50 ഗ്രാം തന്നെ ഇടാം, അത് കുഴപ്പമില്ല. പിന്നെ ഉള്ളത് ചതുകുപ്പ എന്ന് പറയുന്ന സാധനമാണ്. ഇതാണ് ചതുകുപ്പ എന്ന് പറയുന്നത്. അതും 25 ഗ്രാം മതി. പിന്നെ ആവശ്യമുള്ളത് ചുക്കാണ്. ചുക്ക് ഇതിപ്പോൾ കഷ്ണം ചുക്കാണ്. നമുക്കത് പൊടിച്ചെടുക്കണം. അത് നമുക്ക് 2-3 ടീസ്പൂൺ മതി, അത്രയേ ആവശ്യമുള്ളൂ. ഇതാണ് ആശാളി എന്ന് പറയുന്നത്. ഇത് നമുക്ക് 100 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. 100 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇത് കഴുകാനൊന്നും പാടില്ല, നല്ലോണം തുടച്ചെടുക്കാം. പിന്നെ ഇതാണ് പനഞ്ചക്കരയാണിത്. ചക്കര നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിൽ ഇതാക്കാം. പിന്നെ ഇതാണ് ഞവരരി എടുത്തിട്ടുണ്ട്. പിന്നെ മട്ട അരിയും എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ മട്ട അരി ഞാനിപ്പോൾ വറക്കുന്നില്ല. കാരണം എൻ്റെ അടുത്ത് പൊടിച്ചതുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. മട്ട അരി ഇത് 2 ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഞവരരി ഞാൻ 1 ഗ്ലാസ്സാണ് എടുത്തത്. മട്ട അരി 2 ഗ്ലാസ്സും എടുക്കുന്നുണ്ട്. പിന്നെ ഒരു അരിയുണ്ട്, രക്തശുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ആ അരി എടുത്താലും നല്ലതൊരു ചുവപ്പ് കളറായിട്ട്. അതെനിക്ക് കിട്ടിയിട്ടില്ല, അത് നല്ലതാണ്. അത് കിട്ടിയാൽ അതും ഉപയോഗിക്കാം ഈ കൂട്ടത്തിൽ. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം, നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം വറുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം. അതുകൊണ്ട് ഓരോന്നോരോന്നായി ഇട്ടിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നിങ്ങളിതിൽ കൂടുതലൊക്കെ ചേർക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതിൽ കൂടുതൽ ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതെല്ലാം ഇനി എടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ഞാൻ കാണിക്കാം എത്ര ഇടുന്നുണ്ട് എന്നുള്ളതെല്ലാം. ചുക്കായാലും എല്ലാം ഞാൻ അന്നേരം കാണിക്കുന്നതാണ്.
അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇനിയൊരു തവയാണ് അടുപ്പത്തേക്ക് വയ്ക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മുതിര ഇട്ട് കൊടുക്കാം. മുതിരയൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പൊട്ടുന്ന സമയത്ത് നമുക്ക് ഇത് അറിയാൻ പറ്റും. ഇതിങ്ങനെ മൂത്തിട്ട് പൊട്ടുന്ന സമയം വരും. ആ സമയത്ത് ഒരു ചുവപ്പ് കളർ ഇങ്ങനെ വരും, മാറി വരും, കളറൊക്കെ ഒന്ന് മാറി വരും. ആ സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇത് സൂക്ഷിച്ച് വെക്കാനുള്ളതാണെങ്കിൽ നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. കണ്ടോ, ഇപ്പോൾ ചുവന്ന് നല്ല കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഉലുവ സാധാരണ പൊടിക്കാൻ വേണ്ടി വറുക്കുന്ന പോലെ വറുത്തെടുക്കണം, ഒരു ചുവപ്പ് കളറാവുന്നവരെ. അതും മാറ്റി വെക്കാം നമുക്ക്. അടുത്തത് നമുക്ക് മുത്താറി ചേർത്ത് കൊടുക്കുക. മുത്താറി ഇതേ ഒന്നിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് എല്ലാം ഒന്നിങ്ങനെ പൊട്ടി കണ്ട ഒരു വെള്ള കളറൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ പുറത്ത് വരുന്നത്, അതിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് അതാണ് അതിൻ്റെ ഒരു പരുവം. അതും നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഇതേപോലെ നമുക്ക് ജീരകം വറുത്ത് പൊടിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണോ ജീരകം വറുക്കുന്നത് അതുപോലെ വറുത്ത് എടുക്കുക. കരിഞ്ജീരകമാണിത്. കരിഞ്ജീരകം ഒരുപാട് വറക്കണമെന്നില്ല, ഒന്ന് നന്നായിട്ട് അതിൻ്റെ മോയ്സ്ചറൊക്കെ ഒന്ന് പോയാൽ മതി. അത് ഒന്നും ചൂടാക്കിയിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിനി ഇത് മാറ്റിയതിന് ശേഷം നമുക്കിനി ആശാളി ചേർത്ത് കൊടുക്കാം. അത് മാറ്റി വെക്കുകയാണ്. ഇനി ഞാനിത് ആശാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആശാളി ഞാൻ പറഞ്ഞല്ലോ, ആജാളി എന്നോ ഇതിന് പല പേരും ഉണ്ട് കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് പക്ഷേ ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊട്ടും. അത് കാണാൻ നല്ല രസമാണ്. ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി 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 ഇങ്ങനെ കണ്ടോ, കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ, ഇങ്ങനെ പൊട്ടുന്ന കണ്ടോ. ഇതിങ്ങനെ പൊട്ടി 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 കണ്ടോ. ഇതും ഇനി നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളും ഒന്ന് വറുത്തതിന് ശേഷം കടല വറക്കാം. കടല ഞാൻ ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ, കാരണം ഞാനിത് വറുത്ത കടലയാണ്, അതുകൊണ്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചതുകുപ്പ ഒന്ന് ചൂടാക്കി എടുക്കാം. അതും ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അയമോദകം ഉണ്ട്, അത് ഞാൻ ചൂടാക്കുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അയമോദകവും ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിലും നമുക്ക് മോദകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബദാം ചൂടാക്കിയെടുക്കാം. ബദാം നമുക്കൊന്ന് ചൂടായാൽ മതി. അതൊന്നും അധികം ചൂടാവേണ്ട ആവശ്യമില്ല. അടുത്തത് നമുക്ക് ഞവര അരി ചൂടാക്കിയെടുക്കാം. ഞവര അരി നന്നായിട്ട് പൊട്ടുന്നവരെ നമുക്ക് വറുത്തെടുക്കണം. നന്നായിട്ട് ചുവപ്പ് കളറാവുന്നവരെ വറുത്തെടുക്കണം. ഇതും ഇതേമാതിരി ഇങ്ങനെ പൊട്ടും. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ് പൊട്ടുന്നത് കാണാം. അപ്പോൾ അങ്ങനെ പൊട്ടുന്നൊരു പരുവാകുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റാം. കണ്ടോ, ചുവന്ന് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ മട്ട അരി, സാധാരണ മട്ട അരി. ഇത് ഞാനിപ്പോൾ വറക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇതിന് പകരം ഞാനിവിടെ അതിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. കാരണം ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചതുണ്ട്. കണ്ടോ, ഇതാണ് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത്. ഇത് ഞാൻ 2 ഗ്ലാസ് എടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് മട്ട അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് തണുത്ത് വരാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതേ പാനിൽ ശർക്കര ഒന്ന് ചൂടാക്കിയെടുക്കുക. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചിട്ട് കൊടുക്കുക. ശർക്കരയല്ല, ചക്കരയാണിത്, പനഞ്ചക്കരയാണിത്.
ഇതിപ്പോൾ ഞാനൊരു വലിയ കട്ട വാങ്ങിയത് അത് മുഴുവൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പൊടിക്ക് ഇത് പോരാ, നല്ല മധുരത്ത് കഴിക്കണമെങ്കിൽ ഇത് പോരാ. ഞാൻ പൊടിയായിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചക്കര മതി ഇപ്പം. അതല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ആവശ്യം വരും. ഇനിയിപ്പോൾ ഇതെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഈ മിക്സീൻ്റെ ജാറിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അരി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് എന്നിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഞവരരി അതെല്ലാം ഞാൻ പൊടിച്ചെടുത്തു 2 ട്രിപ്പായിട്ട്. ഇനി ഇത് ഞവരരിയും കൂടി പൊടിച്ചെടുക്കാം. കണ്ടോ, ഞവരരിയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരൊറ്റ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് അരി വറുത്ത് പൊടിച്ച, ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് മട്ട അരിയാണ്. അതും കൂടി 2 ഗ്ലാസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അതധികം പൊടിഞ്ഞൊന്നും പോകരുത്. കണ്ടോ, ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇരട്ടി മധുരമാണ്. ഞാൻ ഒരു സ്പൂണ് ഇരട്ടി മധുരം ചേർക്കുന്നുണ്ട്. 1-2 സ്പൂണ് ചേർത്ത് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. പിന്നെ ചുക്കുപൊടിയാണ്, ഞാൻ ചുക്ക് പൊടിച്ചതാണിത്. അതും ഒരു 2 സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും 2-3 സ്പൂണ് ചേർത്താലും കൂടുതലാവുന്നില്ല. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും പൊടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പകുതി ഞാനിതാ കാൽഭാഗം ഒരു കുപ്പി നിറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അത് ഞാൻ മാറ്റി വെക്കുകയാണ്, പകുതിയോളം മാറ്റി വെക്കുകയാണ്. അതിന് ശേഷം ബാക്കിയുള്ളതിലാണ് നമ്മളുടെ ഡേറ്റ്സ് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ കിസ്മിസ്, നമ്മളുടെ മുന്തിരിയും ഉണക്കമുന്തിരിയും നമ്മളിത് വലുതാണെങ്കിൽ അതും ചെറുതായിട്ട് മുറിച്ചെടുക്കണം. കാരണം വലിയതാകുമ്പോൾ നമുക്ക് ഉരുട്ടാൻ പ്രയാസമാണ്. ഇതെനിക്ക് ലഡ്ഡു പോലെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ബാക്കിയുള്ളത് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കി പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യം വരുമ്പോൾ വേണമെങ്കിൽ ലഡ്ഡു ആക്കി എടുക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ പൊടിയായിട്ട് വേണമെങ്കിലും കഴിക്കുക. ഇതിപ്പോൾ ഞാനിതാ മുന്തിരിയും ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ഉണക്കമുന്തിരിയും ഡേറ്റ്സും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും ഇട്ടിട്ടുള്ളൂ, കാരണം അതൊരു നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൽ ചൂടോടെ നമ്മളുടെ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. ചക്കരപ്പാനി അത് ഒഴിച്ച് കൊടുക്കുക. നല്ല ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണം. അതുപോലെ ഇത് ഉരുട്ടുന്ന സമയത്തും ഇളം ചൂടോടുകൂടി തന്നെ ഉരുട്ടണം, അല്ലെങ്കിൽ ഇത് കട്ടയായി പോവും, നമുക്ക് ഉരുട്ടാൻ പറ്റില്ല. കയ്യിൽ എന്താണ് ഡ്രൈ ആയി പോവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ ഈ ചക്കരയുടെ വെള്ളം നമുക്ക് പോരാന്നുണ്ടെങ്കിൽ സാധാരണ ശർക്കര എടുത്തിട്ട് കുറച്ച് ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ചേർക്കുക. എനിക്കിതിപ്പോൾ പക്ഷേ നല്ല പാകമായിട്ടാണ് കിട്ടിയത് മധുരമൊക്കെ. കാരണം നമ്മളുടെ ഈ അയമോദകവും ബാക്കിയുള്ള സാധനമൊക്കെ വരുന്ന സമയത്ത് ഒരു ചവർപ്പ് ഉണ്ടാവും, ചതുകുപ്പ അതെല്ലാം ഒരു ചവർപ്പാണ് അതെല്ലാം ഉണ്ടാകുമ്പം. അപ്പോൾ ഇത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നത്. നെയ്യ് ചേർത്തതിന് ശേഷം ഇത് നല്ല ഉരുളകളാക്കി ഉരുട്ടി ലഡ്ഡു പോലെ എടുത്ത് വയ്ക്കുക. കണ്ട, നെയ്യ് വരട്ടുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടും, പിന്നെ നല്ല ടേസ്റ്റുമാണ്. കണ്ടോ, ഞാനിവിടെ ഇതാണ് നമ്മളുടെ കർക്കിടക മരുന്ന്, കർക്കിടക പൊടി എന്ന് പറയും, കർക്കിടക ലഡ്ഡു എന്ന് വേണേൽ പറയാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.
ഉണ്ടാക്കി നോക്കുക എന്നല്ല, എല്ലാവരും എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കേണ്ടത് നിർബന്ധമായിട്ടും ഉണ്ടാക്കി കഴിക്കണം. കാരണം നമ്മൾക്കൊക്കെ വേദനകളും അത് ഇതൊക്കെ വരുന്ന ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ശരീരവേദന എല്ലാ വേദനകളൊക്കെ ഇറങ്ങുന്നൊരു സമയമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണം. എന്തായാലും എല്ലാവരും ഉണ്ടാക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കേ, അടുത്തൊരു കർക്കിടക മരുന്നുമായിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ.